ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നമ്മുടെ ഒരു കപ്പ ബിരിയാണി അല്ല, കപ്പ ബിരിയാണി വെക്കണം എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അതെല്ലാവർക്കും അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ. അപ്പം അങ്ങനെ കഴിക്കാത്തതുകൊണ്ടായിരിക്കണം. ഞാനും കഴിച്ചിട്ടില്ല. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ആ കുട്ടികൾക്കും അങ്ങനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റേതായ രീതിയിൽ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, ഞാൻ കറിയും വെച്ച് നമ്മുടെ ചിക്കൻ കറിയും വെച്ചിട്ട് നമ്മുടെ കപ്പ വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ കപ്പ ബിരിയാണിയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ കപ്പ വേവിച്ചതും കറിയായിട്ട് കഴിക്കാമല്ലോ. അപ്പം ഞാനെന്ന് വെച്ചാൽ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനതിലേക്ക് ഇന്ന് ചിക്കൻ കറി കുറച്ച് നമ്മളെന്നും വെക്കുന്നത് പൊടി ഇട്ടല്ലേ, നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ആ പൊടികൾ ഇട്ടാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഇതെന്തായാലും അല്ലാണ്ട് നമ്മുടെ തനിനാടൻ സ്റ്റൈലിൽ അടുപ്പിലൊക്കെ വെക്കാമെന്ന് വെച്ചു. അപ്പം ഇതുപോലെ അടുപ്പിൽ വെക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് കൂടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതെന്താ കാര്യം എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമ്മളല്ലാതെ ഗ്യാസിൽ വെക്കുന്നതിനേക്കാട്ടിലും അടുപ്പിൽ വെക്കുന്നതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ വറ്റൽമുളകും പിന്നെ മല്ലിയും മല്ലി ഉണ്ടല്ലോ അതും പച്ചമല്ലിയും പിന്നെ അതിൻ്റെ കൂടെ സ്പൈസസായിട്ട് നമ്മുടെ എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, 2 ഏലക്ക അങ്ങനെയെല്ലാം എടുത്ത് അതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി, ഒരുപാടങ്ങ് വറുത്തിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചൂടാക്കി മല്ലിയൊക്കെ ഇത് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം ആ ചീനിച്ചട്ടിയിൽ തന്നെ ഞാൻ നമ്മുടെ സവാളയും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് സവാളയൊക്കെ ആയാലും വയന്ന് കിട്ടും, അതുപോലെ തന്നെ കറികളൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയും മുളകും ഒക്കെ ഒന്ന് ചൂടാക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് തണുത്തപ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചിട്ടില്ല, ജസ്റ്റ് നന്നായിട്ടത് പൊടിച്ചെടുത്തിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സ്പൈസസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു മണവും അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഉള്ളിയൊക്കെ വയറ്റിനകത്ത് നമ്മൾ ഈ പൊടികളങ്ങ് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇതൊരു ചെറിയ ചീനിച്ചട്ടിയാണ്, അപ്പോൾ ഇതിൽ നമുക്ക് കറി വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഉരുളിയല്ല, അത്യാവശ്യം നമുക്ക് ആ ചിക്കൻ അതിൽ വെക്കാൻ ആണെന്ന് കരുതിയാണ് ഉരുളി എടുത്തത്. പക്ഷേ ഉരുളിയിൽ നമ്മളിതെല്ലാം ഇട്ട് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ തികയാണ്ടായി. അപ്പോൾ ഏതാണ്ട് ഒരു 2 കിലോളം ചിക്കൻ, 2 കിലോ അടുപ്പിച്ചോളം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഉരുളിയിൽ വെച്ചതിന് ശേഷം വീണ്ടും വേറൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇവിടെ കറി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2-3 പാത്രങ്ങളായി. അപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെക്കുമ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി കളയണ്ടേ, അതിൻ്റെ കരിയൊക്കെ മാറ്റണം. അപ്പോൾ അതേ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വയന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പൊടിച്ച പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല കുറച്ചിട്ടുണ്ട്, പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും കേട്ടോ. നമ്മുടെ ഈ പൊടികളൊക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ പൊടികളൊക്കെ നല്ലതായിട്ട് കളർ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ചൂടാണ്, നമുക്ക് ഒട്ടും വീട്ടിനകത്ത് നിൽക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ അടുപ്പിനകത്തും കൂടെ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് വല്ലാണ്ടൊരവസ്ഥയാണ് എന്താണെന്ന് വെച്ചത്. അപ്പോൾ കൂടെ ഞാനിങ്ങനെ വീശിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെളിയിൽ പോയി നിൽക്കും. കാരണം എന്ന് വെച്ചാൽ വെളിയിൽ പോയി നിൽക്കാനും ഒക്കില്ല, ഭയങ്കര വെയിലാണ്. പക്ഷേ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് പെട്ടെന്നൊന്ന് തീർക്കണം എന്നുള്ളതിലാണ് ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഇതുപോലെ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും അതിൻ്റെ കളറൊക്കെ ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവർ, എനിക്കതാണ് ഇഷ്ടം.
അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു. ഇനി അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഉരുളി ഞാൻ പിന്നെയും മാറ്റിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ചിക്കൻ വേകാനുള്ള സ്പേസ് അതിന് കിട്ടുന്നില്ല കേട്ടോ. അപ്പം അത് ഞാൻ പാത്രം മാറ്റിയിട്ട് വേറൊരു ഇഡലി പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലിരുന്ന് തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ കടുക് വറക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചിക്കൻ കറിക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് അമ്മ അടുപ്പിലാണ് വെക്കുക, ബാക്കി കറികളെല്ലാം ഇതുപോലെ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ കരിക്കലം തേക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. അപ്പോൾ പിന്നെ ചീനി എന്തായാലും ഗ്യാസ് അടുപ്പിൽ തന്നെ നമ്മൾ വെച്ചു. അപ്പോൾ ആ ഒരു കലത്തിലെ ചീനിയാണ് കേട്ടോ ഇരിക്കുന്നത്. ചീനി അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ താഴെ കുഞ്ഞമ്മയും കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ചീനി അവിടെ വേകുന്നുണ്ട്. അപ്പോൾ കലം ഫുള്ളില്ല, അതിൻ്റെ പകുതിയോളേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ ചോറിന് വേണ്ടിയിട്ട് അല്ലാതെ എന്തെങ്കിലും കറി വേണ്ടേ, അപ്പോൾ ഞാനൊരു ഓമയ്ക്ക, ഒന്നല്ല ഒരു ചെറിയ 3 ഓമയ്ക്ക നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി അരിയുന്നുണ്ട്. അതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വറവിടാൻ വേണ്ടി, അതായത് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ചീനിച്ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, വറ്റൽ മുളക്, അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോഴേ കുറച്ച് വെള്ളം പോലെ, അതായത് കുറച്ച് ഗ്രേവി എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, കുറച്ച് വെള്ളം കൂടി വറ്റി വരണം. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി അടുപ്പിൽ വെച്ചെടുത്ത് ചെറിയൊരു തീ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വെന്തോളും. അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും തന്നെ ഞാൻ ആദ്യം മാറ്റുന്നത് എനിക്കിഷ്ടപ്പെട്ട ലിവറാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അയാൾ കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ലിവർ പെട്ടെന്ന് തന്നെ അതിൽ പൊടിഞ്ഞ് ഇതായി ചേർന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാനായിട്ട് ലിവർ അങ്ങ് മാറ്റി, ലിവറും കുറച്ച് ഗ്രേവിയും കൂടെ മാറ്റി കേട്ടോ. അപ്പോൾ എപ്പോൾ കറി വെച്ചാലും ഞാൻ ഫസ്റ്റ് ലിവർ അങ്ങ് എടുക്കും. ലിവർ എടുത്ത് കഴിക്കാൻ എനിക്കൊരു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ചിക്കൻ്റെ ലിവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ ഞാൻ അവിടെയൊക്കെ ചാമ്പലും കാര്യങ്ങളൊക്കെ പറന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തുടച്ച്, നമ്മുടെ പാദകമൊക്കെ നനഞ്ഞ തുണിയെടുത്ത് അവിടെ നന്നായിട്ട് തുടച്ചു. അപ്പോൾ കൈയോട് തന്നെ അവിടെ ക്ലീനാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു മടി തോന്നും. കാരണം ഇത് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് മടി തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ അതെല്ലാം അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ രീതിയിൽ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു ചെറിയ ബൗൾ, ഒരു ചെറിയ പാത്രത്തിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അമ്മയ്ക്കൊന്നും അല്ലാണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ കപ്പ വേവിച്ചതും, അത് ഒരു ലെയർ, ഫസ്റ്റ് ലെയർ കപ്പ വേവിച്ചതും, പിന്നെ നമ്മുടെ ചിക്കൻ കറി ഗ്രേവിയും, പിന്നെ ഒരു ചിക്കൻ പീസും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ അടുപ്പിലൊക്കെ വെക്കുന്ന കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും ഒരു പീസും കൂടി ഇട്ട് വീണ്ടും ഒരു ലെയർ കപ്പയും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ ഗ്രേവി നന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബിരിയാണി സെറ്റ് ചെയ്ത പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യൂഷ്വലി ഇങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തല്ലേ കഴിക്കുക. നമ്മൾ കപ്പ ബിരിയാണി ആണെങ്കിലും നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് കപ്പ ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തില്ലേ കഴിക്കുക. ആ ഒരു ഇതിലാണ് ഞാനും കഴിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം നമ്മുടെ കപ്പ ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ വെച്ചത് കാരണം നല്ലൊരു ഫ്ലേവർ, ആ സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരുപാട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളവരെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇതെൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഞാൻ എൻ്റെ കൊതി കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ സൂപ്പറാണ് കേട്ടോ, എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പം ഇപ്പോൾ ഏകദേശം സമയം ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഒരു
എന്താ 1:30 ആയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.